ഹലോ. ഇത്രക്കൊരു മെനക്കെട്ടൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നാകെ ഒരുമാതിരി ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചിച്ചേട്ടൻ ഒരു ചായ തിളപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി. സൂചിച്ചേട്ടൻ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എണീക്കുന്നത് തന്നെ. അപ്പോൾ അതേ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പം നമ്മളിപ്പോൾ മുട്ട ഇങ്ങനെയാണ് മേടിക്കുന്നത്, കാരണം മുട്ടക്ക് ഇപ്പോൾ ഭയങ്കര ചിലവാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ മൂക്കിൽ കണ്ടില്ലേ, ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല കുങ്കുമോ ലിപ്സ്റ്റിക്കോ ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ പൊട്ടിയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മരുന്നിന് ഭയങ്കര ഡോസ് ഉണ്ട്. അപ്പം ഇങ്ങനെ പൊട്ടും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പൊട്ടൽ ഈ ഒരു മൂക്കിനാണ്. ഇനി എവിടെയും പൊട്ടല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 4 ദിവസം കൂടി ഉണ്ട് കേട്ടോ മരുന്ന്. അപ്പോൾ അതേ സൂചേട്ടൻ പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, എന്തിട്ടാണ് കാറിൻ്റെ കവറ് ഇങ്ങനെ പോയി കാറിൻ്റെ അത് ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ശരിക്കും ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ തലേദിവസം മഴ പെയ്തിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ പോലും ഇല്ല കേട്ടോ മഴ പെയ്തത്. അപ്പോൾ അതേ കാറ്റ് കൊണ്ടിട്ട് അത് പോയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ജോയിൻ ചെയ്യണ ഭാഗം അത് ഇതേ കണ്ടില്ലേ പൊട്ടിക്കിടക്കാണ്. അതുകൊണ്ടാണ് അത് മേലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കി ഞാൻ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ വീട് ഇപ്പറാണ് കേട്ടോ. അന്ന് കല്യാണം കഴിഞ്ഞാൽ ഒരു പന്തലിട്ട പറമ്പില്ല, അതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പം പന്തലിട്ട കാരണം അവിടെ വൃത്തിയാക്കിയതുകൊണ്ട് നമുക്ക് അവിടെ കാറിടാൻ പറ്റി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇടാറ്. അവിടെ ഇടുമ്പോൾ ഭയങ്കര ഇറക്കാനും കയറ്റാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നല്ല ഉഷാറായിട്ടാണ്. അതിനുശേഷം എന്തേ തുമ്പിക്കുട്ടിക്ക് പാല് തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവള് പാല് കുടിക്കണേ നോക്കി ഇങ്ങനെ ഇരിക്കാനാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലായില്ല, എനിക്ക് ഒട്ടും സുഖമില്ല, തലകറങ്ങണ്, ഛർദ്ദിക്കാൻ വരുന്ന ഒരു സുഖമില്ലാത്തൊരു ദിവസം. അങ്ങനത്തെ സൂചിച്ചാണ്. ഇന്നലെ വന്നപ്പോൾ എന്തോ ഒരു പാക്കറ്റിൽ സാധനം മേടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. ഞാനത് 2-3 എണ്ണം തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അധികം തിന്നില്ല. സുക്രൂന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സൂചിച്ചേട്ടൻ അമ്പലത്തിൽ പോയി വന്നപ്പോൾ നമ്മുടെ ചാളയില്ലേ മത്തി, അത് മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കത് വെക്കാൻ ഒരു മൂടില്ലാത്ത കാരണം ഞാൻ അതെടുത്ത് നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. പിന്നെ ഞാനിത് ഫ്രീസർ തുറന്നപ്പോഴാണ് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കുന്നത് കണ്ടേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അത് പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവും പിന്നെ മുട്ട പുഴുങ്ങിയതും പപ്പടും. പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അധികം തിന്നില്ല, അവർക്ക് ഉപ്പാവ് ഇഷ്ടമല്ല. അപ്പോൾ അതേ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചാള ഇനി വൈകുന്നേരത്തേക്ക് പണി വേണ്ട, ഇപ്പം തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അത് ചട്ടിയിലോട്ട് എടുത്തിട്ടാ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിള്ളേർക്ക് കൊടുത്തപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്ത് വെറുതെ തിന്ന് നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും എൻ്റെ വായക്ക് രുചി വ്യത്യാസം കൊണ്ടാണ്. പിള്ളേർ പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ പിള്ളേർ തിന്നാണ്. പിന്നെ ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.